സർവേശ്വരായ നമഃ. എല്ലാറ്റിനും കാരണഭൂതനായ സർവേശ്വരനെ നമിച്ചുകൊണ്ട് 1599 ഉദയംപേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന ചരിത്ര വിശകലനത്തിൻ്റെ 10ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഉദയംപേരൂർ സൂനകദോസിന് കളമൊരുക്കിയ ട്രെൻഡ് കൗൺസിലിൻ്റെ നടത്തിപ്പിനും വിജയത്തിനും ആയിട്ട് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സഭാ സംവിധാനങ്ങൾ, വിശുദ്ധ ജന്മങ്ങൾ എന്നിത്യാദികളെ സംബന്ധിച്ച വിശകലനത്തിൻ്റെ 3ാം ഭാഗത്തേക്കാണ് നാം കടന്നു പോവുക. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ബ്രദർഹുഡ് ഓഫ് ദി ഹോളി ട്രിനിറ്റി, ഡിസ്കാൾസ്ഡ് ഓർ അൺഷോർഡ് കാർമലൈറ്റ് ഓർഡർ എന്നിവയെ സംബന്ധിച്ചാണ്. ബ്രദർഹുഡ് ഓഫ് ദി ഹോളി ട്രിനിറ്റി, തീർത്ഥാടകരുടെ സേവനം, ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു വരുന്നവരുടെ തുടർ പരിപാലനം എന്നിത്യാദി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഒരു സംവിധാനമാണ്. ത്രിത്വത്തിൻ്റെ സഹോദര സംഘം എന്നാണ് മലയാളത്തിൽ അവർ അറിയപ്പെടുക. ഈ സംഘം സ്ഥാപിച്ചത് ഫ്ലോറൻസുകാരനായ വിശുദ്ധ ഫിലിപ്പ് റൊമാളോ നേരി ആണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1515 മുതൽ 1595 വരെയാണ്. എളിമയ്ക്കും സന്തുഷ്ടിക്കും കീർത്തി കേട്ട വിശുദ്ധ ഫിലിപ്പ് റൊമാളോ നേരി റോമായുടെ പരിത്രാണ പുണ്യവാളനായി അറിയപ്പെടുന്നു. ഇന്ന് ഞാൻ പൂർത്തീകരിച്ചു കൊള്ളട്ടെ, നാളത്തെ കാര്യത്തിൽ എനിക്ക് ഭയമില്ല എന്ന് പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധൻ ത്രിത്വത്തിൻ്റെ സഹോദര സംഘത്തിന് പുറമെ കോൺഗ്രിഗേഷൻ ഓഫ് ദി ഒറാട്ടറി എന്നൊരു സഭയും 1576 സ്ഥാപിക്കുകയുണ്ടായതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ചരിത്രകാരനായ കർദിനാൾ ബെറോണിയൂസ് ഇതിലെ അംഗമായിരുന്നു എന്ന് മാത്രമല്ല, വിശുദ്ധ ഫിലിപ്പ് ചരിത്രരചനയിൽ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തിരുന്നു. ലൂഥറിൻ്റെ വിപ്ലവം വരുത്തിയ നാശം പരിഹരിക്കുവാൻ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചു പ്രവർത്തിച്ച ഈ വിശുദ്ധൻ മുൻകൂട്ടി അറിയിച്ചിരുന്നതുപോലെ 1595 മെയ് 26-ാം തീയതി സൂര്യോദയത്തിനു മുമ്പ് ദിവംഗതനായി. ഗ്രിഗറി 15-ാമൻ പാപ്പയാണ് ഇദ്ദേഹത്തെ 1622 മെയ് 12-ന് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഇനി നാം പോകുന്നത് ഡിസ്കാൾസ്ഡ് ഓർ അൺഷോർഡ് കാർമലൈറ്റ് ഓർഡറിലേക്കാണ്. നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള കർമ്മലീത്ത സഭയ്ക്ക് നൂതന ഭാവം നൽകി നഗ്ന പാതുക കർമ്മലീത്ത സഭയുടെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത് 2 വിശുദ്ധ ജന്മങ്ങളാണ് എന്നത് ഓർക്കുക. ആവിലായിലെ വിശുദ്ധ ത്രേസ്യയായിരുന്നു അവരിൽ ഒരാൾ. ആവിലാവിലെ വിശുദ്ധ ത്രേസ്യയുടെ ജീവിതകാലം 1515 മുതൽ 1582 വരെ ആയിരുന്നു എന്നതും ഓർക്കുക. നവീകൃത കർമ്മലീത്ത സഭയുടെ സ്ഥാപകയായി അറിയപ്പെടുന്ന തെരേസ പുണ്യവതി ജനിച്ചത് സ്പെയിനിലെ ആവില നഗരത്തിൽ 1515 മാർച്ച് 28-നായിരുന്നു. യോഗിനി, കർമ്മലീത്ത സന്യാസിനി, സഭാപണ്ഡിത എന്നീ നിലകളിൽ വിഖ്യാതയായ തെരേസ 1535 കർമ്മലീത്ത മഠാംഗമായി ചേർന്നു. പൂർണ്ണമായ മാനസാന്തര അനുഭവത്തോടെ പ്രാർത്ഥന, വ്രതം, ധ്യാനം എന്നിവയ്ക്കായി
കൂടുതൽ സമയം വിനിയോഗിച്ച അവർ തൻ്റെ ജീവിതചര്യയിൽ യോഗ ആത്മകഥയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. ദ ലൈഫ് ഓഫ് തെരേസ ഓഫ് ജീസസ്, ദ വേ ഓഫ് പെർഫെക്ഷൻ, ഫൗണ്ടേഷൻസ്, ദ ഇന്റീരിയർ കാസിൽ എന്നിവ വിശുദ്ധയുടെ കൃതികളാണ്. സ്പെയിനിലെ യഹൂദരുടെ ഇടയിൽ പ്രവർത്തിച്ച ഇവർ കർമ്മലീത്ത സന്യാസമഠത്തിൻ്റെ നവീകരണം, പുരുഷന്മാർക്കുള്ള ആശ്രമങ്ങളുടെ സ്ഥാപനം എന്നിവയിൽ ഏറെ ശ്രദ്ധ പതിപ്പിച്ചു. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ എല്ലാ പ്രയത്നങ്ങൾക്കും ക്രിയാത്മകമായ സഹകരണം നൽകി. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി യേശുവിനായി ജീവിച്ച ഈ മഹതി 1582 ഒക്ടോബർ 4 ഇഹലോകവാസം വെടിഞ്ഞു. 1970 സെപ്റ്റംബർ 27 സിയന്നായിലെ വിശുദ്ധ കത്രീനയോടൊപ്പം വേദപാരംഗത എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആവിലായിലെ വിശുദ്ധ തെരേസ ഇന്നും കർമ്മലീത്ത സഭയുടെ ആത്മീയ തേജസ്സായി നിലകൊള്ളുന്നു. ഇനി നാം പോകുന്നത് ഈ കോൺഗ്രിഗേഷൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മറ്റൊരു പുണ്യദേഹത്തിൻ്റെ ചരിത്രത്തിലേക്കാണ്. അത് മറ്റാരുമല്ല, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1542 മുതൽ 1591 വരെ ആയിരുന്നു. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, അതായത് ജോൺ ഓഫ് ദ ക്രൂസ്, ജനിച്ചത് സ്പെയിനിലെ ആവിലായിക്കടുത്തുള്ള ഫോണ്ടിബോറിൽ 1542 ജൂൺ 24 കർമ്മലീത്ത സഭയിലെ ഒരു സഹോദരനായി ജീവിതം നയിക്കുന്നതിന് ആഗ്രഹിച്ച യോഹന്നാനെ അദ്ദേഹത്തിൻ്റെ പഠന സാമർഥ്യവും പുണ്യജീവിതവും കണ്ട അധികാരികൾ 1563 തിരുപ്പട്ടം നൽകി കൂടെ കൂട്ടി. ആവിലായിലെ വിശുദ്ധ തെരേസായോടൊപ്പം നിഷ്പാദുക കർമ്മലീത്ത സഭ സ്ഥാപിക്കുന്നതിന് ഏറെ ത്യാഗങ്ങൾ സഹിച്ച വിശുദ്ധൻ ആ സഭയുടെ ആദ്യ പ്രിയോർ ആയി മാറി. അദ്ദേഹം നടത്തിയ നവീകരണ യത്നങ്ങൾ കർമ്മലീത്ത സഭയുടെ പ്രിയോർ ജനറലിൻ്റെ അനുവാദത്തോടെ ആയിരുന്നു എങ്കിലും സഭയിലെ മുതിർന്ന സന്യാസിമാർ ഈ നവീകരണ ശ്രമത്തെ എതിർക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഒരു പാഷണ്ഠിയായി അവർ വീക്ഷിച്ചിരുന്നതിനാൽ 9 മാസത്തോളം കാരാഗൃഹവാസം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. ആധ്യാത്മിക കീർത്തനവുമായി ജയിലിൽ നിന്നും പുറത്തു വന്ന അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ വിസ്മയിക്കേണ്ടതില്ല. ടൊളേദോ ജയിലിലായിരുന്നപ്പോൾ അവയുടെ മേന്മ എനിക്ക് ബോധ്യമായതാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മല മലകയറ്റം, അതായത് ദ അസെൻഡ് ഓഫ് മൗണ്ട് കാർമൽ, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി, ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ, സ്നേഹഗീതം, ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്, സ്നേഹജ്വാല, ദ ലിവിംഗ് ഫ്ലെയിം ഓഫ് ലവ് എന്നീ കൃതികൾ ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 1591 ഡിസംബർ 14 സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പ്രശസ്തനായത് യോഗി, കർമ്മലീത്ത സന്യാസ സഭാംഗം, സഭാപണ്ഡിതൻ എന്നീ പ്രകാരങ്ങളായിരുന്നു എന്നതും ഓർക്കുക. കേവലം 49 വർഷം മാത്രമേ ഈ ലോകത്ത് അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ എന്നതും ഈ വിശുദ്ധൻ യോഗാത്മകതയ്ക്ക്, അതായത് മിസ്റ്റിസിസത്തിന് പ്രാധാന്യം നൽകിയതിനാൽ യോഗാത്മകതയുടെ, അതായത് മിസ്റ്റിസിസത്തിൻ്റെ
പ്രവാചകനായും അറിയപ്പെടുന്നു. പ്രൊട്ടസ്റ്റാന്റ് വിശ്വാസികളെ കത്തോലിക്ക സഭയിലേക്ക്, വിശ്വാസത്തിലേക്ക് ഒക്കെ വീണ്ടും ആനയിക്കുന്നതിനും ട്രെൻറ്റ് കൗൺസിൽ തീരുമാനങ്ങളും കാനൂനുകളും ലോകസമക്ഷം അവതരിപ്പിക്കുന്നതിനുമായി വിവിധ സഭാസമൂഹങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഏറെ ശ്രമങ്ങൾ നടത്തിയ മഹാത്മാക്കളാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസും വിശുദ്ധ വിൻസെന്റ് ഡി പോളും എന്നതുകൂടി അറിയുക. അവരെക്കുറിച്ച് നമുക്ക് അടുത്തതിൽ വിശകലനം ചെയ്യാം. നന്ദി, നമസ്കാരം.